ആധുനിക ലോകം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും സങ്കീർണവും വൈകാരികവുമായ ചർച്ചകളിലൊന്നാണ് അന്താരാഷ്ട്ര കുടിയേറ്റം. ഒരു വശത്ത് സാമ്പത്തിക വളർച്ചയ്ക്കും തൊഴിലാളി ക്ഷാമം പരിഹരിക്കുന്നതിനും കുടിയേറ്റക്കാരെ സ്വാഗതം ചെയ്ത വികസിത രാജ്യങ്ങൾ ഇന്ന് വലിയൊരു സാമൂഹിക അസ്വസ്ഥതയുടെ പ്രഭവ കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ബ്രിട്ടന്റെ തലസ്ഥാനമായ ലണ്ടനിൽ നാം കണ്ട വൻ ജനമുന്നേറ്റം. തങ്ങളുടെ രാജ്യത്തിൻ്റെ സംസ്കാരവും സമ്പദ് വ്യവസ്ഥയും സംരക്ഷിക്കണമെന്ന ആവശ്യവുമായി പതിനായിരക്കണക്കിന് ജനങ്ങളാണ് UK-യിലെ തെരുവുകൾ കീഴടക്കിയത്. എന്നാൽ ഈ പ്രതിഭാസം കേവലം ബ്രിട്ടനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. കാനഡ, ജർമ്മനി, ഓസ്ട്രേലിയ, അയർലൻഡ് തുടങ്ങിയ മുൻനിര വികസിത രാജ്യങ്ങളിലെല്ലാം തന്നെ സമാനമായ ജനവികാരവും കടുത്ത നയപരമായ മാറ്റങ്ങളും പ്രകടമാകുന്നുണ്ട്. ബ്രിട്ടന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കുടിയേറ്റ വിരുദ്ധ റാലികളിലൊന്നാണ് ലണ്ടൻ സാക്ഷ്യം വഹിച്ചത്. ചെറിയ ബോട്ടുകൾ വഴി ഇംഗ്ലീഷ് ചാനൽ കടന്ന് അനധികൃതമായി രാജ്യത്തേക്ക് പ്രവേശിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതിനെതിരെ കടുത്ത അമർഷമാണ് ജനങ്ങൾ പ്രകടിപ്പിച്ചത്. രാജ്യത്തെ സാധാരണക്കാർക്ക് വീടുകൾ വാടകയ്ക്കെടുക്കാനോ വാങ്ങാനോ സാധിക്കാത്ത വിധം ഭവനവില വർദ്ധിച്ചിരിക്കുന്നതും ആ ഒരു സാഹചര്യത്തിൽ അഭയാർത്ഥികൾക്കായി സർക്കാർ വൻതോതിൽ പണം ചെലവഴിക്കുന്നത് വലിയ തോതിൽ ജനവിദ്വേഷത്തിന് കാരണമായിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാതെ ജനങ്ങളെ രാജ്യത്തേക്ക് ആകർഷിച്ചതാണ് ഈ പ്രതിസന്ധിക്ക് കാരണമെന്ന് പൗരന്മാർ വിശ്വസിക്കുന്നു. വികസിത രാജ്യങ്ങളിലെ വലിയൊരു വിഭാഗം യുവാക്കൾക്കും സ്വന്തമായി ഒരു വീട് എന്നത് ഇന്നും അപ്രാപ്യമായ സ്വപ്നമായി തുടരുന്നു. കുടിയേറ്റക്കാരുടെ വരവ് ഭവനവിലയും വാടകയും വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്ന ധാരണ ഇവരിൽ ശക്തമാണ്. കുടിയേറ്റം പൂർണ്ണമായും നിരോധിക്കുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഈ രാജ്യങ്ങളുടെ സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണമാകുമെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ലണ്ടനിലെ തെരുവുകളിൽ ഉയർന്ന മുദ്രാവാക്യങ്ങൾ കേവലം ഒരു രാജ്യത്തിൻ്റെ മാത്രം ശബ്ദമല്ല, മറിച്ച് ആഗോളതലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ മാറ്റത്തിൻ്റെ പ്രതിഫലനമാണ്. മാനുഷിക പരിഗണനകളും സാമ്പത്തിക വളർച്ചയും ഒരു വശത്തും തദ്ദേശീയരുടെ സുരക്ഷയും വിഭവങ്ങളുടെ പരിമിതിയും മറുവശത്തുമായി നിൽക്കുന്ന സങ്കീർണമായ ഒരു അവസ്ഥയിലാണ് ഇന്ന് ലോക രാജ്യങ്ങൾ.